ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ് കക്ക ഒലത്തിയത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കക്കയ്ക്ക് അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ ആവശ്യമാണ്. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കക്ക ഉലത്താനാണെങ്കിലും നമുക്ക് റോസ്റ്റ് ചെയ്യാനാണെങ്കിലും കൂടുതലും നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം എടുക്കണതാണ് കേട്ടോ നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഒരുപാട് ഇങ്ങനെ സമയം അതിന് വേണ്ടി കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു 5 വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, 3 തണ്ട് കറിവേപ്പില, പിന്നെ 200 ഗ്രാം ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. പിന്നെ ഈ ചെറിയുള്ളി നന്നാക്കി എടുക്കാൻ അരിയാൻ അത്യാവശ്യം നല്ല ജോലിയുള്ള പണിയാണ്. അങ്ങനെയാണെങ്കിൽ ഉള്ളിക്ക് പകരം സവാള ഒരു 3 വലിയ സവാള ഇട്ടാൽ മതിയാകും. ഇവിടെ എനിക്കിപ്പോൾ ഉള്ളി അരിഞ്ഞു തരാനായിട്ട് ആൾക്കാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കപ്പോൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ആ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് വഴറ്റാം. അപ്പോൾ അത് ആ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. കക്കയിറച്ചി ഇതൊരു 250 ഗ്രാമോളം വരും. എന്നിട്ട് കൂടിയ ഫ്ലെയിമിൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് മൊരിയാൻ നമുക്ക് കൂടിയ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ ഒരു 4 ടീസ്പൂൺ എങ്കിലും വേണം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഇതിലൊന്നും ഇടണ്ട. നമ്മൾ കൂടി ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് മൊരിഞ്ഞ് ഏകദേശം ആയിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ അത് ആ കക്കൊലത്ത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബായ്. താങ്ക് യു.